കെഎസ്ആർടിസിയുടെ ദാരിദ്ര്യം മാറുമെന്നും കെഎസ്ആർടിസിയിൽ 1-ാം തീയതിക്ക് മുൻപ് ശമ്പളം കിട്ടിത്തുടങ്ങുമെന്നാണ് ഉദ്ഘാടന വേദിയിൽ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞത്. സുനിഷ അയ്യല്ലൂർ നൽകും വിവരങ്ങൾ. സുനിഷ, മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജുവിനെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നില്ലേ? അതാണോ അദ്ദേഹത്തിന്റെ അതൃപ്തിക്ക് കാരണം? ഇപ്പോൾ ഈ ആന്റണി രാജു പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഗണേഷ് കുമാർ പ്രതികരണത്തിന് തയ്യാറായിട്ടുണ്ടോ? ഇലക്ട്രിക് ബസ് വേണ്ടെന്ന ഗണേഷ് കുമാറിന്റെ പ്രസ്താവന വലിയ വിവാദത്തിന് വഴിവെച്ചിരുന്നു. എന്നാൽ LDFും സർക്കാരും ഇലക്ട്രിക് ബസ്സുകൾ വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അല്പം മുൻപാണ് ഉദ്ഘാടനം പൂർത്തിയായതും. സുനിഷ അയ്യല്ലൂർ ഉദ്ഘാടന ചടങ്ങിൽ ഉണ്ടായിരുന്നു. സുനിഷ, ആന്റണി രാജുവിന്റെ അതൃപ്തിക്ക് കാരണം എന്താണ്? ഇപ്പോൾ ഗണേഷ് കുമാർ അതിൽ പ്രതികരിച്ചിട്ടുണ്ടോ? എന്താണ് ഇപ്പോൾ KSRTCയുടെ ഉന്നമനത്തിനായി ചെയ്യുന്ന കാര്യങ്ങളാണെന്നാണ് അദ്ദേഹം പറയുന്നത്? വിനീത, ഏതായാലും ഈ പരിപാടി ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സുകളുടെ അടക്കം ഉദ്ഘാടനം ഫ്ളാഗ് ഓഫ് ചടങ്ങ് നിശ്ചയിച്ചിരുന്നത് പുത്തരിക്കണ്ടം മൈതാനത്തായിരുന്നു. അതായത് മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജുവിന്റെ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പുത്തരിക്കണ്ടത്ത്. പക്ഷേ പൊടുന്നനെ തന്നെ ഈ ചടങ്ങ് ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽപ്പെടുന്ന വികാസ് ഭവനിലേക്ക് മാറ്റിയതാണ് ഈ മുൻ മന്ത്രിയുടെ ഈ വിഷമത്തിന് കാരണമെന്നതാണ് ഒരുപക്ഷെ ഈ ഫ്ലെക്സിൽ കൃത്യമായി കാണാൻ കഴിയും. ഇവിടെ മന്ത്രിയുടെ ചിത്രം നൽകിയിട്ടുണ്ട്. പകരം ഈ തിരുവനന്തപുരം MLA ആന്റണി രാജുവിന് പകരം വട്ടിയൂർക്കാവ് MLAയുടെ ഫോട്ടോ ആണ് പതിപ്പിച്ചിരിക്കുന്നത്. അതിന് പിന്നാലെ തന്നെ ഇങ്ങനെ ഒരു വേദി മാറ്റിയത് എന്തിനാണ് എന്ന് അറിയില്ല എന്നതായിരുന്നു ആന്റണി രാജു പറഞ്ഞിരുന്നത്. ഈ ഫ്ളാഗ് ഓഫ് ചടങ്ങിന് 1 മണിക്കൂർ മുമ്പ് തന്നെ MLA ആന്റണി രാജു ഈ സ്ഥലത്തെത്തുകയും ഈ ബസ് അടക്കം സന്ദർശിക്കുകയും ചെയ്തു. അതിനുശേഷം തന്റെ കുട്ടിയെ കാണുന്ന, അതായത് ഒരു അച്ഛന്റെ സന്തോഷമാണ് തനിക്കിപ്പോൾ തോന്നുന്നത് എന്ന് പറയുകയും ചെയ്തിരുന്നു. ഉദ്ഘാടനത്തിന് ക്ഷണിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നറിയില്ല. KB ഗണേഷ് കുമാറിന് വ്യക്തിപരമായി വൈരാഗ്യമൊന്നും തന്നെ ഇല്ല. പക്ഷേ തന്നെ ക്ഷണിച്ചില്ല, എന്തിനാണ് പുത്തരിക്കണ്ടത്ത് നിന്നും ഇവിടേക്ക് ഈ വേദി മാറ്റിയത് എന്നതിലടക്കം തനിക്ക് കൃത്യമായ ധാരണയില്ല എന്നത് തന്നെയായിരുന്നു ഏതായാലും മുൻ മന്ത്രിയുടെ പ്രതികരണം. കൃത്യമായ വിഷമം അദ്ദേഹത്തിന് കാണാൻ കഴിയുമായിരുന്നു. കാരണം താൻ മന്ത്രിയായിരുന്ന സമയത്താണ് കോർപ്പറേഷന്റെ ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഡബിൾ ഡെക്കർ ബസ്സുകൾ ഉൾപ്പെടെയുള്ള ഈ ഇലക്ട്രിക് ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങ്, ഈ ഇലക്ട്രിക് ബസ്സുകൾ അനുവദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു ചടങ്ങ് വരുമ്പോൾ പുത്തരിക്കണ്ടത്ത് നിന്നും ചടങ്ങ് മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറ്റുന്നത് എന്തിനാണ്? തന്നെ ക്ഷണിച്ചില്ല. അത്തരത്തിലുള്ള വിഷമങ്ങൾ ഏതായാലും ഈ മുൻ മന്ത്രിയുടെ വാക്കുകളിൽ പ്രകടവുമായിരുന്നു. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോഴത്തെ മന്ത്രി KB ഗണേഷ് കുമാറിന്റെ അടക്കം പ്രതികരണം തേടുകയും ചെയ്തിരുന്നു. പക്ഷേ നിലവിൽ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. വിനീത, ഇലക്ട്രിക് ബസ് സംബന്ധിച്ച ചർച്ച തന്നെ വിവാദത്തിലായിരുന്നു. മന്ത്രിയുടെ പ്രസ്താവന വിവാദത്തിലായിരുന്നു. ഇപ്പോൾ അതിന്റെ ഉദ്ഘാടന ചടങ്ങും വിവാദത്തിലേക്ക്